ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അതെ, ഇന്ന് ഇപ്പോൾ നീയതാ സ്കൂളിലേക്ക് പോകാൻ നോക്കണു. ഗോതമ്പ് ദോശ കൊടുത്തേക്കണത്. പഞ്ചസാരയും ഗോതമ്പ് ദോശയും. പഞ്ചസാര ഒന്നും കഴിക്കില്ല, വെറുതെ ഗോതമ്പ് ദോശ 2 കഷ്ണം കഴിക്കുക. ഞാൻ കഴിക്കില്ല കേട്ടോ, ഗോതമ്പ് ദോശയൊന്നും എനിക്ക് താല്പര്യമില്ല, വല്ലപ്പോഴൊക്കെ കഴിക്കുന്നതന്നെ ഉള്ളൂ. അപ്പോൾ ഇതാ ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. നമുക്ക് വീടിന് സാങ്ഷൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പുതിയ വീടിന് നമ്മൾ അപേക്ഷയിൽ നമുക്ക് പാസ്സായിട്ടുണ്ട്. പക്ഷേ ഇന്നലെ ഒരു സംഭവം എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ മേടിച്ച ഈ കാണുന്ന ഈ ഒരു സ്ഥലം, ഈ വീട് നിൽക്കുന്ന ഈ സ്ഥലം കൂടിയിട്ട് നമുക്ക് ഇത്ര സെൻറ്റ് സ്ഥലമുണ്ട്. അത്രയും സെൻറ്റ് സ്ഥലത്തിൻ്റെ ഒരു ആധാരം നമ്മൾ വേറൊരു കമ്പനിയിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. എന്നിട്ടാണ് ഈ സ്ഥലം മേടിച്ചവരുടെ കാശ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ കാര്യങ്ങൾ. അപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ ഇന്നലെ ചെന്നപ്പോൾ അവിടുത്തെ സ്കീം പ്രകാരം നമുക്ക് വീടിന് സാങ്ഷൻ ആവണമെങ്കിൽ നമ്മുടെ ആധാരം, നമ്മളിരിക്കുന്ന വീടിൻ്റെ, അതായത് ഇപ്പോൾ ഇരിക്കുന്ന ഈ ഭൂമിയുടെ ആധാരം അവിടെ കൊടുക്കണം. അപ്പോൾ അവിടെ ഇത്ര വർഷത്തോളം അവിടെ വെക്കണം. കാരണം നമ്മൾ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വീട്, മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടിയ വീട് നമ്മൾ വിൽക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അവർ ചെയ്യുന്നത്. അത് അവരുടെ പ്രൊസീജിയർ അങ്ങനെയാണ്. അപ്പോൾ ഗവൺമെൻറ് റൂൾസ് അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഈ ആധാരം അവിടെ കൊണ്ടുവയ്ക്കണം പറഞ്ഞപ്പോൾ ഞാൻ ആകെ ലോക്കായി. കാരണം കുറേ ദിവസമായി നമ്മളിപ്പോൾ ഇതിനുള്ള തയ്യാറെടുപ്പുകളും പ്ലാൻ വരയ്ക്കലും അങ്ങനത്തെ കാര്യങ്ങളും ഓരോരോ പേപ്പറുകൾ ഉണ്ടാക്കലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്നലെ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഇന്നലെ പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും ഫീലിംഗ് ആയി. കാരണം നമ്മൾ തയ്യാറെടുപ്പായിട്ട് ആധാരം അവിടെ വെക്കണ വരുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ കുറി കമ്പനിയിൽ പോയിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഇന്നലെ വൈകിട്ട്. എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ ആധാരം ഇങ്ങനെ വെക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ നമുക്ക് ആ ആധാരം കിട്ടും. വേറെ എന്തെങ്കിലും ഈട് വെച്ചുകൊണ്ട്, വേറെ ഈട് വെക്കാൻ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഗോൾഡും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ചെറിയൊരു ലോക്കായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ ദിയ ഇന്നിപ്പോൾ സ്കൂളിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്ത് മുടി കെട്ടിന്. അപ്പം ഇന്നലെ ദിയയുടെ അടുത്ത് ഞാൻ വീടിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ നല്ല വീഡിയോ ചെയ്തത് ദിയ വരുന്നതിന് മുന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്തത്. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചിലപ്പോൾ നമുക്ക് വീടിന് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട്, വീടിന് കിട്ടില്ല എന്ന് തന്നെയാണ് 90%. 10% അപ്പോൾ നമ്മളൊരു പ്രതീക്ഷയിൽ ഇരിക്കുന്നത്. കിട്ടിയാലും കുഴപ്പമില്ല, കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരവസ്ഥയിൽ. ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ ഇന്നലെ മാഡം പറഞ്ഞു, ആധാരം കൊണ്ടുവന്ന് വെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വീട് പാസ്സാവില്ല. അപ്പോൾ വീട് ഓൾറെഡി ഇപ്പോൾ പാസ്സായിട്ട് ആധാരം കൊണ്ടുവന്ന് വെച്ചാൽ അത് റെഡി ആവുള്ളൂ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആധാരം ഇപ്പോൾ കുറി കമ്പനിയിൽ ഇരിക്കുന്ന കാരണം നമുക്കത് നടക്കില്ല മാഡം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, പരമാവധി വീട് കളയണ്ട, കിട്ടിയതല്ലേ, കളയാനില്ല, പരമാവധി ശ്രമിച്ചു നോക്കുക, എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 90% നമുക്കിപ്പോൾ ഒരു ഗ്യാരണ്ടി ഇല്ല, 10% ഒരു ഗ്യാരണ്ടി ഉണ്ട്. എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ കെട്ടിയെടുക്കും എന്നുള്ളത്. അപ്പോൾ ഇന്നലെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേര് അവരുടെ അനുഭവങ്ങൾ ഇങ്ങനെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. വീടില്ലാത്തവരുടെ കാര്യം, വാടകയ്ക്ക് ഇരിക്കുന്നവരുടെ കാര്യം, ചെറുപ്പം തൊട്ടേ വാടകയ്ക്ക് ഇരുന്നിട്ട് അവരെ മക്കളോ കല്യാണമൊക്കെ ആയി, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇന്നലെ കേട്ടു. അച്ഛൻ വണ്ടിയിൽ ഒരു വെണ്ടത് പറഞ്ഞില്ലേ, ഉണ്ണി കുറച്ചുകൂടി വലുതാവട്ടെ, അവയ്ക്ക് നമുക്ക് ഈ വീട് തന്നെ മതി, ഉണ്ണിക്ക് ഈ വീടൊക്കെ കാണണ്ടേ, ഞാൻ ഈ കണ്ടില്ല. ഞാൻ ഇന്നലെ ദിയക്കുട്ടിയുടെ അടുത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ സ്കൂളിൽ നിന്ന് പറഞ്ഞതിന് മുന്നെയാണ് ഞാൻ വീഡിയോ ഇട്ടത്. നമ്മുടെ വീടിന് ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത്. ചിലപ്പോൾ വീടിന് കിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഞാൻ ഇന്നലെ സ്കൂൾ വിട്ട് വരുമ്പോൾ ദിയയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ദിയ അച്ഛനെ ഒരു കാര്യം പറയണ്ട. അപ്പോൾ എന്താ വെച്ചു, നമുക്ക് ചിലപ്പോൾ വീടിന് കിട്ടില്ല കേട്ടോ, പിന്നെ നമുക്ക് കാശ് അടയ്ക്കാത്ത കാരണം, നമ്മൾ കുറി എടുത്ത കാരണം ആ കാശ് അടച്ചിട്ട് നമുക്ക് ആധാരം അവിടെ നിന്ന് കിട്ടുള്ളൂ, അതുകൊണ്ടാണ് നമുക്ക് വീട് കിട്ടില്ല എന്ന കാര്യങ്ങൾ കുറച്ച് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, അത് കുഴപ്പമില്ല അച്ഛൻ, നമുക്ക് ഈ ചെറിയ വീട് മതി. അപ്പം ഞാൻ അങ്ങനെ ദിയയുടെ അടുത്ത് വേറൊരു കാര്യം കൂടി പറഞ്ഞു. ദിയയുടെ അടുത്തുനിന്നല്ല, ദൃശ്യയുടെ അടുത്തും കൂടിയിട്ടൊരു കാര്യം പറഞ്ഞു. എൻ്റെ ദിയ മോള് വളർന്നപ്പോൾ, അതായത് ജനിച്ചപ്പോൾ തൊട്ട് തന്നെ ഞങ്ങൾ ഈ കുഞ്ഞു വീട്ടിലാണ്, അന്നാണ് ഞങ്ങൾ ഈ കുഞ്ഞു വീട് വെക്കണത്. ഈ കുഞ്ഞു വീട്ടിൽ ഞങ്ങൾ ദിയ വളർന്ന് ഇങ്ങനെ വന്നു. അപ്പം ഞങ്ങളുടെ അനുഭവങ്ങളും കാര്യങ്ങളും ദിയ വലുതായപ്പോഴും ദിയയുടെ ഓർമ്മകൾ വന്നാൽ തുടങ്ങിയപ്പോഴും ദിയയ്ക്ക് മനസ്സിലായത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് ഞങ്ങളുടെ വീട്, ടൈൽസ് ഇട്ടാത്ത വീടാണ്, ചെറിയ നിലമാണ്, ചെറിയ റൂമുകളാണ്, ചെറിയ ബാത്റൂമാണ്, സാധാരണയാണ് എന്നുള്ളത്. ആ ഒരു കാര്യങ്ങൾ ദിയ വളർന്ന് വരുമ്പോൾ തന്നെ ദിയയ്ക്ക് മനസ്സിലായി. ഇതേ ഒരു അനുഭവം നമ്മുടെ ഉണ്ണിക്കും കൂടി ഉണ്ടാവണം എന്ന് ഞാൻ മുന്നേ കൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇവളും ഇത് കണ്ടു വളരട്ടെ. അച്ഛന് ചെറിയ വീടാണ്, അമ്മയ്ക്ക് ചെറിയ വീടാണ്, ഞങ്ങൾക്ക് ചെറിയ വീടാണ്, ഞങ്ങളുടെ സ്വന്തം വീട് ചെറുതാണ്. അങ്ങനെ അവർ ആ ഒരു അനുഭവത്തിൽ ഇരുന്നുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഇതിലിരുന്നു കൊണ്ട്, സിറ്റുവേഷനിൽ ഇരുന്നുകൊണ്ട് നല്ലൊരു വീട് നമുക്ക് ഭാവിയിൽ അച്ഛൻ പണിതുണ്ടാക്കണത് അവർ കണ്ടു വളരുകയാണെങ്കിൽ അവർ എല്ലാത്തിനോടും പൊരുത്തപ്പെട്ട് യോജിച്ച് പോകുമെന്നുള്ള ആ ഒരു സങ്കല്പിക ഉണ്ട് എൻ്റെ മനസ്സിൽ. ഇപ്പോൾ ദിയ അത് കറക്റ്റ് യോജിച്ചു, ഇല്ലായ്മയിൽ നിന്നും, അതായത് ഉള്ളത് എന്താണോ എന്ന് കണ്ടു പഠിച്ചു വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഓരോ കാര്യങ്ങളിലും ഓരോ പക്വത നമുക്ക് മനസ്സിലാവും എന്താണോ എന്നുള്ളത്. അപ്പോൾ ചെറിയ ഉണ്ണിയും താഴെയുള്ള ഉണ്ണിയും അങ്ങനെ കണ്ട് വളർന്നു വരട്ടെ എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ നമുക്കിപ്പോൾ വീടിൻ്റെ
വീടിൻ്റെ സാങ്ഷൻ വന്നു. നമ്മൾ പെട്ടെന്ന് എഴുതി കൊടുത്ത് നമുക്ക് പെട്ടെന്ന് കിട്ടി. പെട്ടെന്ന് തന്നെ കിട്ടി പറയുമ്പോൾ ഞങ്ങൾ 4 വർഷമായി ഇപ്പോൾ ഈ വീട്ടിലിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ വീടിൻ്റെ നമ്പർ കിട്ടിയിട്ടില്ല. പക്ഷെ കൃത്യമായിട്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വന്നിട്ട് നമ്മൾ ഈ പ്ലാസ്റ്റിക് കവറൊക്കെ കൃത്യമായിട്ട് നമ്മൾ കൊടുക്കണതാണ്. അവർ എന്തോ ഒരു ചെറിയൊരു കോഡ് അടിച്ചിട്ടുണ്ട് ഇവിടെ. ആ കോഡിലാണ് അവർ ഈ പ്ലാസ്റ്റിക് കവറൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ അവരുടെ ഒരു കാര്യത്തിനും, അതായത് എന്ത് കാര്യം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് എന്ത് വന്നാലും നമ്മൾ ഇതുവരെ മുടക്കിയിട്ടില്ല എന്നുള്ളത് അവിടെ റെക്കോർഡിക്കലാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ നമുക്ക് വീടിന് സാങ്ഷൻ റെഡിയാക്കി തന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ആധാരത്തിൻ്റെ ചെറിയൊരു പ്രശ്നമുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു ഫീലിങ്ങിലിരിക്കുന്നത്. ഫീലിംഗ് മീൻസ് എനിക്ക് തോന്നുന്നു എനിക്കാണ് കൂടുതൽ ഫീലിങ്സ്. കാരണം കുറേ കാര്യങ്ങൾക്ക് നടന്നു. ഇപ്പോൾ ഈ അടുത്ത് ദിശ പ്രസവിച്ച് കിടക്കുമ്പോൾ തന്നപ്പോഴേക്ക് 50 ദിവസം ആയി. 50 അല്ല, എന്നൊക്കെ ഇത് എത്ര, ഇന്നൊക്കെ 52 ദിവസമാണ്. ഇന്നൊക്കെ 52 ദിവസമായി. ഈ 52 ദിവസത്തിലും നമ്മുടെ വീട്ടിലെ സാഹചര്യം, അതായത് ഒരു 70 ദിവസം തൊട്ട് പിടിച്ചോ നമ്മൾ ഒരു വർക്കിന് എന്തിനെങ്കിലും പോയിട്ട്. കാരണം നമ്മുടെ വീട്ടിലെ സിറ്റുവേഷൻ അങ്ങനെയാണ്, ആളില്ലാത്തത് കൊണ്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾക്ക് ഞങ്ങൾ അത്രയും ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മുടെ വീട്ടിൽ. ചിലവിനായാലും വരവിനായാലും നമ്മുടെ ഓരോരോ മറ്റുള്ള കുറികളടവും ഇതൊക്കെ വന്നിട്ട് കുട്ടിയുടെ സ്കൂളത്തെ പരിപാടികളും അങ്ങനെ ഇങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കുമ്പോഴാണ് ഈ വീടിൻ്റെ ഒരു കാര്യം ഇതിൻ്റെ കൂടെ റെഡി ആവുന്നത്. അപ്പോൾ നമ്മുടെ അടുത്തൊരു 1000 രൂപ ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വീടിൻ്റെ കാര്യം റെഡി ആയിപ്പോൾ ഒരു 20 വട്ടമെങ്കിലും ഞാനിപ്പോൾ ഈ വീടിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അക്ഷയകാന്തരായിട്ടും പേപ്പർ വർക്കുകൾക്കായാലും വില്ലേജായിട്ടും നടന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിലൂടെ കുറേ പൈസ ചിലവായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പൈസ ചിലവാകുമ്പോൾ നമുക്കൊരു വീടിന് കിട്ടുകയാണെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇത്രയും ദിവസം നടന്നത്. അപ്പോൾ ഇരട്ടി ചിലവാണ് ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എല്ലാം റെഡിയായി അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ നമുക്ക് ആ വീട് നമ്മുടെ അടുത്ത് കൂടെ വന്ന് ഇങ്ങനെ പോയി എന്ന് പറയുമ്പോൾ നമുക്കതൊരു സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതാണ് എനിക്കൊരു ഫീലുള്ളൂ. അല്ലാതെ നമ്മൾക്ക് ഈശ്വര എനിക്ക് വീട് കിട്ടിയില്ലല്ലോ എന്നുള്ള ഫീലല്ല. നമ്മൾ ഇത്രയും കാര്യങ്ങൾക്ക് നടന്നിട്ട് നമുക്കത് ശരിയായില്ലല്ലോ എന്നുള്ള ആ ഒരു തോന്നലും, പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യം, സാമ്പത്തികത്തിൻ്റെ ബുദ്ധിമുട്ടും. എന്തായാലും കുഴപ്പമില്ല, ദിയ അത് ഉൾക്കൊണ്ടിട്ടുണ്ട്. നമുക്ക് വീട് കിട്ടിയാലും സന്തോഷം, കിട്ടിയില്ലെങ്കിലും സങ്കടമില്ല എന്നുള്ള ഒരു ഇതിലാണ് നമ്മളിപ്പോൾ ഞങ്ങൾ എല്ലാം ഉൾക്കൊണ്ടിട്ടാണ് ദൃശ്യമായാലും ദിയായാലും ഞങ്ങൾ പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ദൃശ്യയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്കൊന്ന് കേൾക്കാം. എന്താ പറയാനുള്ളത്? വിഷമം കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വീടുണ്ടല്ലോ. പിന്നെ എന്താ പറയാ, ഈ വീട്ടിൽ ജീവിച്ചെങ്കിൽ മതിയായിട്ടില്ല. ഇത് പൊളിക്കാന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വിഷമമാണ്. പിന്നെ ചേട്ടൻ പറഞ്ഞ പോലെ ചെറിയ ഉണ്ണി ഈ വീട് കാണട്ടെ, ഇതിലൂടെ കണ്ട് വളരട്ടെ. പിന്നെ ചേട്ടന് എനിക്ക് വിഷമം തോന്നിയെന്ന് പറഞ്ഞാൽ ചേട്ടൻ കുറേ ദിവസമായി ഇതിനു വേണ്ടി ഓരോ പേപ്പേഴ്സിന് വേണ്ടി നടക്കുന്നു. അതിൻ്റെ ഒരു വിഷമം. കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. ഈ വീട്ടിൽ നമുക്ക് ജീവിച്ചു മതിയായിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പെട്ടുകൊണ്ട് ഒരു 30,000 രൂപ കയ്യിൽ വെച്ചുകൊണ്ട് ഞങ്ങളൊരു വാടക വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് അമ്മയ്ക്ക് സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അച്ചാച്ചൻ്റെ അടുത്ത് വന്നത്. അന്ന് റേഷൻ കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല. അന്ന് അച്ചാച്ചൻ്റെ അടുത്ത് കൂടി വന്നിട്ട് പറഞ്ഞു, അച്ചാ ഞാൻ കുറച്ച് ആ കവുങ്ങൊക്കെ ഒരു 10 എണ്ണം വെട്ടിയിട്ട് അവിടെ ചെറിയൊരു ഷെഡ് വയ്ക്കട്ടെ വെച്ചു. അപ്പോൾ അച്ചാച്ചൻ പറഞ്ഞു, നീ വെച്ചോ, നിൻ്റെ അമ്മയ്ക്ക് ഞാൻ കൊടുത്തുള്ള സ്ഥലമല്ലേ, നിങ്ങളത് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളൂ, പക്ഷേ നിങ്ങളുടെ പേരിൽ തന്നെയല്ല സ്ഥലം, നീ വെച്ചടാ എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ഞാൻ വേഗം വന്ന് ഇവിടെയുള്ള ഒരു 4-5 കവുങ്ങ് മുറിച്ച് ചളി ചവിട്ടി കുഴച്ച് ഒരു 30,000 രൂപ നമുക്ക് വാടക വീടിൻ്റെ അവിടെ ഒരു ചേച്ചി, അതൊരിക്കലും ഞങ്ങൾ മറക്കില്ല. ആ ചേച്ചി ഞങ്ങൾക്ക് അവരുടെ സ്വന്തം റിസ്കിൽ കുടുംബശ്രീയിൽ നിന്ന് കാശെടുത്ത് തന്നിട്ട് ഞങ്ങളവിടെ വാടകയ്ക്ക് ഇരുന്ന ഒരൊറ്റ പരിചയമുള്ളൂ. ആ ഒരു വാടകയ്ക്ക് നമ്മളിരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് അയൽവക്കക്കാർക്ക് എത്ര പരിചയം ഉണ്ടാവും നമ്മളെ. അതും ഒരു മാസം ആകുമ്പോഴേക്കും ആ ചേച്ചി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്തോ നമ്മളോടുള്ളൊരു വിശ്വാസത്തിൽ ആ ചേച്ചി ആ പൈസ എടുത്ത് തന്നു. ഞങ്ങൾ കൃത്യമായിട്ട് ഒരു 1000 രൂപ വെച്ച് അടവാക്കിയിട്ട് അത് വീടും ചെയ്തു. ഞങ്ങൾ ആ ഒരു 30,000 കൊണ്ട് ഞാൻ ഈ കാണുന്ന ഈ ഒരു സ്ട്രക്ചറിലെ ഈ ഒരു വീട് അന്ന് വേഗം ചളിയാണ്, ഇതിന് തറയൊന്നുമില്ല. ഈ തറയിലൊക്കെ ഒരു വരി സിമെൻറ്റ് കട്ട ഇട്ടിട്ടാണ് ഞാൻ ചളിയിൽ പണിതത്. അങ്ങനെ പണിതുണ്ടാക്കി ഈ വളപ്പിൽ മുറിച്ച കവുങ്ങ് കൊണ്ട് തന്നെ ഈ കാണുന്ന പെരയുടെ ടോപ്പ് ഭാഗമൊക്കെ നിങ്ങൾക്കറിയാം അതിൻ്റെ ഉള്ളിൽ ഓടാണല്ലോ, ഈ ഒരു ഭാഗമൊക്കെ ഞങ്ങൾ ഓട് മേഞ്ഞ് നമ്മൾ തന്നെ ഒറ്റയ്ക്ക് ഇവിടെ എല്ലാം ഞാൻ തന്നെ ഒറ്റയ്ക്ക് കംപ്ലീറ്റ് കാര്യം. കാരണം അന്ന് ദിയയ്ക്ക് ഒരു 90-100 ദിവസമൊക്കെ ആയിട്ടുള്ളൂ അല്ലേ നമ്മൾ ഈ വീട് പണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. എത്ര, 1 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടോ? അല്ല, പിറന്നാൾ കഴിഞ്ഞല്ലേ? പിറന്നാള് കൃത്യം പറയുകയാണെങ്കിൽ നമ്മൾ പിറന്നാള് 1.25
1:30 ആവാറായി. അല്ല, പിറന്നാളിന് മുന്നേ ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. അതായത് കുഴി കുത്തലും കക്കൂസ് കുഴി കുത്തലും മണ്ണ് ഞാൻ കട്ട പിടിക്കലും മണ്ണ് കൊണ്ട് ചളി ചവിട്ടി കുളിച്ച് ഇല്ലേ, പിറന്നാളിന് മുന്നേ. ഒരു 10 എന്നിട്ട് ഞാന് ആ കട്ട അടുക്കി വെച്ചത് ഒരു സൈഡിലേക്ക് ഒതുക്കി വെച്ച് ഇവിടെ പറമ്പ് റെഡി ആക്കിയിട്ടാണ് നമ്മള് ഉണ്ണിയുടെ പിറന്നാൾ ഇവിടെ പന്തലിട്ടിട്ട് നടത്തിയത്. കറക്റ്റാണോ? കറക്റ്റല്ലേ? ആ. അപ്പോൾ അങ്ങനെ ചെയ്തതാണ്. അങ്ങനെ ചെയ്തിട്ടാണ് ഈ ഒരു വീട് ഇവിടെ കയറിയത്. ഉണ്ണിയുടെ 1-ാം വയസ്സിന് ശേഷം, 1-ാം പിറന്നാൾ ഇവിടെ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ ഈ വീട് വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ കയറിയത്. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ ഇവിടെ താമസിക്കുമ്പോൾ ഞങ്ങൾക്ക് ശരിക്കും മതിയായിട്ടില്ല. ഇത്ര അതായത് ഉണ്ണിക്കിപ്പോൾ ഇത്രയും വയസ്സായില്ലേ ഞങ്ങൾ. അപ്പോൾ ശരിക്കും നമുക്ക് ഈ വീട് ഇപ്പം നമ്മൾ ഈ വീട് കൊണ്ടിട്ട് എത്ര വർഷമായി കൃത്യം പറയുകയാണെങ്കിൽ? അതായത് ഉണ്ണിയുടെ 1-ാം പിറന്നാൾ നമ്മളിവിടെ കയറി. ഉണ്ണിക്കിപ്പോൾ 6 വയസ്സ് ആയി. ശരിക്കും 5 കൊല്ലം 6 കൊല്ലമായി. ആ, കൃത്യം പറയുകയാണെങ്കിൽ 5 കൊല്ലം 6 കൊല്ലത്തിന്റെ അടുത്തായി ഞങ്ങളിവിടെ ഈ ഒരു വീട്ടിൽ താമസിക്കണം. പക്ഷെ നമ്മളത് അറിയണില്ല. അങ്ങനെ വർഷം കടന്നു പോകുന്നത് പോലും അറിയണില്ല. ഇവിടെ നമുക്ക് ബാറ്ററി ചാർജർ ഉണ്ട്. നമ്മൾ കച്ചവടത്തിനൊക്കെ പോകണം. കാരണം 12 വോൾട്ടിൻ്റെ വലിയൊരു ബാറ്ററി ഉണ്ട്. അത് നമുക്കൊരു വർക്ക്ഷോപ്പുകാരൻ തന്നതാണ്. ആ ചേട്ടൻ ഞാൻ കച്ചവടത്തിന് പോകണതാണെന്ന് അറിഞ്ഞിട്ട് ആ ചേട്ടൻ കാർ വർക്ക്ഷോപ്പാണ്, മൂപ്പര് തന്നതാണ്. അപ്പോൾ ആ ഒരു ബാറ്ററിയിൽ ഒരു പുലർച്ചെ വരെയൊക്കെ ബൾബ് കത്തും കച്ചവടത്തിന് പോകുമ്പോൾ. അങ്ങനെ ആ ബാറ്ററി ചാർജ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ബൾബും കാര്യങ്ങളൊക്കെ കത്തിക്കണത്. അപ്പോൾ എന്തെങ്കിലും ഒരു എമർജൻസി അത് എന്തെങ്കിലും ഒരു ജസ്റ്റ് ഒരു 2 ആൾ കൂടിയാൽ മാത്രമാണ് നമ്മൾ തറവാട്ടിൽ നിന്ന് നമ്മുടെ മാമൻ, അത് ലീഗൽ അൺലീഗൽ എന്നതൊക്കെ നമുക്കറിയാം, പക്ഷെ തറവാട്ടിൽ നിന്ന് മാമൻ ഒരു ബൾബ് ഇങ്ങോട്ട് ഇട്ട് തരും. അത് ബാക്കിലേക്ക് മാമൻ്റെ അടുക്കള അവിടെ കത്തണ ആ ബൾബ് വയർ നീട്ടിയിട്ട് ഇങ്ങോട്ട് ഇട്ട് തരും. നീ അത് ഇവിടെ ഇട്ടോ, ആൾക്കാർ വന്നല്ലേ ചോറുമ്പോൾ കണ്ണ് കണ്ടേ പെട്ടെ. അങ്ങനെ വൈകുന്നേരം മാത്രം നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം സ്കൂളിലേക്ക് പോകാറായി. അപ്പം ഞാൻ എന്തായാലും ഉണ്ണിക്ക് സ്കൂളിലേക്ക് പോകാൻ സമയമായി. ഞാൻ ബൈക്കിലാണ് കൊണ്ടാക്കുന്നത്. പിന്നെ ഒരു മഴ വരുന്നുണ്ട്. അപ്പം ഇന്ന് ദിയ ഉള്ളത് കൊണ്ട് ഒരു വീഡിയോ ചെയ്തെന്ന് മാത്രം. ഇന്നലെ ഞങ്ങൾ ദിയയുടെ അടുത്ത് കാര്യങ്ങൾ അവതരിപ്പിച്ചു. എന്തായാലും അച്ഛൻ്റെ കുട്ടി എല്ലാത്തിനോടും യോജിച്ച് പോലും. പിന്നെ ഓക്കെ അടിക്കും. ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഈ വീട് കണ്ടിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ ഈ വീട് കണ്ടപ്പോ കുഴപ്പമില്ല. നമുക്ക് നല്ലൊരു വീട് ഉണ്ടാവും അല്ലേ? അച്ഛൻ പണിത് തരും കേട്ടോ, അടിപൊളി വീട്. ചിലവർക്ക് ഈ വീടൊന്നും ഉണ്ടാവേയില്ല, പാവങ്ങളുണ്ടാവും അല്ലേ? നമ്മുടെ തൃശ്ശൂര് ഓരോരുത്തരിങ്ങനെ ധർമ്മൊക്കെ എടുക്കണവർ കാണുമ്പോ അല്ലേ? അവർക്കൊന്നും വീട് തന്നെ ഇല്ല അല്ലേ? കണ്ട ദിയ എല്ലാത്തിനോടും യോജിക്കുന്ന കുട്ടി ആയതുകൊണ്ട് നമുക്ക് അതിനോട് നമുക്ക് കൂടുതൽ പറയാൻ ഇതിനെ കുറിച്ച് ഇപ്പൊ പറയാനില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് വരാം. സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ബാഗ് കിട്ടും. ഓക്കെ, ഒരു ടാറ്റ കൊടുത്തേ. അച്ഛൻ വീഡിയോ കട്ട് ചെയ്യാൻ പോകും. ശരി, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു.